എന്താ ചങ്ങായിമാർ, നിങ്ങൾക്ക് സലാം അടക്കാനൊന്നും അറിയില്ലേ? ഇതൊക്കെ വല്ല മോശാട്ടോ. പിന്നെ ഞാൻ നിങ്ങട്ടാ വരുമ്പോഴേ ആ ദേവതലാപ്പിച്ചില്ലേ, അതിന്റെ ചോട്ടിൽ കുറെ പെണ്ണുങ്ങളും ആണുങ്ങളും സ്വർണ്ണടിച്ചിരിക്കുന്നു. എന്താ ബ്രോ ചങ്കേ, പകൽ മൊത്തം ഹിറ്റാട്ടോ. തുടക്കത്തിലെ തീ മാറ്റിയല്ലേ. കാരണം എന്താ, ഈ കുല്ലി മക്കാലിൻ മജാലിൻ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കഥ ഒരു ലവ് സ്റ്റോറി തന്നെ ആയിക്കോട്ടെ. എന്തേ പറ്റൂലേ? പണ്ട് അതിലും പണ്ട് ഫളിലുൽ-ആബിദ് എന്നൊരു സ്വാബി ഉണ്ടായിരുന്നു. മൂപ്പർക്കാണെങ്കിലോ ഭയങ്കര ഗ്ലാമർ. 100 കണക്കിന് മൂപ്പർക്കൊരു വൈ ഉണ്ടായിനി. ആ വൈ അങ്ങോട്ട് കടന്ന് ആ വൈ മൊത്തം പെണ്ണുങ്ങളെ കൊണ്ട് നിറയും. കാരണം എന്താ, ഓളിന്നെ നോക്കാനേ മൂപ്പർക്കൊരു വൈ ഉണ്ടായിനി. ആ വൈ അങ്ങോട്ട് കടന്ന് ആ വൈ മൊത്തം പെണ്ണുങ്ങളെ കൊണ്ട് നിറയും. കാരണം എന്താ, ഓളിന്നെ നോക്കാനേ മൂപ്പർക്ക് ദുനിയാവിനോട് ഒട്ടും കമ്പല്ലേനി. അങ്ങനെ ഇരിക്കുക മദീനത്തെ സമ്പന്നന്റെ മോളെ. പേര് ഇപ്പം എന്തേനി? ലൈല. ഓൾക്കാണെങ്കിലോ ഭയങ്കര ഗ്ലാമറും. 100 കണക്കിന് ആളുകൾ മഹറോണ്ടോളെ കെട്ടാൻ വന്നു. ഓളൊരാളും പറ്റണില്ലാന്നേ. കാരണം എന്താ, ഓളെ മാനസ കൊട്ടാരത്തിലൊരു മഞ്ചനുണ്ടായിന്. ആരാന്നറിയാം നിങ്ങൾക്ക്? നമ്മളെ ഫളിലെന്നെ. ഞാനിത് കേട്ടിട്ട് കുറേ ചിരിച്ച്. നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടോ? അതിനിപ്പോൾ തിരിഞ്ഞിട്ട് വേണ്ടല്ലേ. നിങ്ങൾ ഇന്ന ചൊരിയാതെ അങ്ങോട്ട് ശ്രദ്ധിക്ക്. ഓള് ഫളിലുവിനെ കുറേ വശീകരിച്ചു. മുതലുണ്ടായിട്ട് എന്താ കാര്യം, കുടുങ്ങണ്ടേ? ഇംപ്രസിൻ. അപ്പോൾ ഇതൊരു ഹജ്ജ് ലിസ്റ്റ്. അമീർ സൽമാൻ റളിയല്ലാഹു അതിലിതാ നമ്മുടെ ഫളിലുവിൻ്റെ പേര്. ഇതാ ബലാലിൻ്റെ പണി തന്നെ. ഓള് ചെയ്തൊരു ചീറ്റിങ്. ഏതായാലും സഫർ തുടങ്ങി. ആദ്യ സ്ഥലത്ത് തമ്പടിച്ചു. ഫളിലുവിൻ്റെ തമ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ ഓൾഡിൻ തമ്പ്. അന്ന് രാത്രി ഫളിലുവിൻ്റെ തമ്പ് കോളൊരു വരവങ്ങോട്ട് വന്നിട്ട് ടും ടും. ആരാ? ഞാനാ, നിങ്ങളെ സ്വന്തം ലൈല. നിങ്ങളെ പെരുത്തിഷ്ടാണ്. ഇതൊന്ന് പൊയ്ക്കാവുന്നത്. ഫളിൽ അത് പറഞ്ഞതും ഓൾ ഇങ്ങക്ക് നല്ലൊരു പണി തരുന്നുണ്ട് എന്നും പറഞ്ഞു ഓൾ അങ്ങോട്ട് ഇറങ്ങിയോണ്ട് പോയി. പിറ്റേ ദിവസം രാവിലെ ഫളിലുവിൻ്റെ സൽമാൻ റളിയല്ലാഹുവിൻ്റെ മാല കാണാനല്ല. സുബ്ഹാനല്ലാഹ്, ഫളിലുവിൻ്റെ പെട്ടിയിൽ ഇതാ മാല. ഇതാ കള്ള സുഫി എന്നും വിളിച്ചുകൊണ്ട് നാടാകെ കളിയാക്കി. അന്ന് രാത്രി ലൈലാൻ്റെ തമ്പുന്നൊരു നിലവിളി. ഓടിവരി. എല്ലാവരും ഓടിച്ചെന്ന് നോക്കുമ്പോൾ ആ ലൈല വിവസ്ത്രയായി കിടക്കണേ. തൊട്ടപ്പുറത്ത് നമ്മളെ ഫളിലും. ഇടാ കള്ള അമ്പട പടവാ, ആള് തിരക്കടില്ലല്ലോ എന്ന് പറഞ്ഞ് നാടാകെ കളിയാക്കി. അന്നത്തെ ഭരണാധികാരി ആരാന്നറിയങ്ങൾക്ക്? നമ്മളെ ഉമർ റളിയല്ലാഹുവിനെ. പക്ഷെ ഇക്കാര്യം തീരുമാനിക്കാൻ അലി റളിയല്ലാഹുവിനെ കൂട്ടിയിട്ട് അങ്ങോട്ട് ചെന്നു. അലി റളിയല്ലാഹുവിൻ്റെ ആദ്യത്തെ ചോദ്യം, ലൈല നീ പറഞ്ഞൊക്കെ ശരിയാണോ? അതെ. ഫളിലു നീ പറഞ്ഞൊക്കെ ശരിയാണോ? ഇച്ചൊന്നും അറിയില്ലേ. പിന്നെ അങ്ങനെ ലൈലാൻ്റെ തമ്പിലെത്തി? അല്ലാഹു റസൂലു ആവില്ല. ഇതിപ്പോൾ 12-2 ഇല്ലാത്ത കോലാണല്ലോ എന്നും പറഞ്ഞിട്ട് ലൈലാൻ്റെ അടിമനെ അങ്ങോട്ട് വിളിച്ച്. ഡി സത്യം പറയടി, എന്താടി സംഭവിച്ചത്? ഓളിങ്ങനെ പറയാൻ തുടങ്ങി. യജമാനത്തി പറഞ്ഞതെല്ലാം കളവാണ്. ആദ്യത്തെ ദിവസം യജമാനത്തി ഫളിലുവിൻ്റെ തമ്പക്ക് പോയിട്ട് 2ാമത്തെ ദിവസം എൻ്റെ കയ്യിലൊരു പൊടി തന്നു. ആ പൊടി ഞാൻ ഫളിലുവിൻ്റെ മുഖത്തിട്ടു. ഇത്ര അറിയുള്ളൂ, ഇന്നൊന്നും ചെയ്യല്ലേ. സംഗതി ആകെ കുട്ടിച്ചോറായി. സത്യമേ വിജയിക്കൂ. ഇന്നാ ശരി, കുറേ പഠിച്ചാണ്ട്. വിധി ഉണ്ടെങ്കിൽ പിന്നെയും കാണാം. അസ്സലാമു അലൈക്കും.